ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് എൻ്റെ പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടൊമാറ്റോ പിക്കിളാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യാലോസ് കുക്കിംഗ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ടൊമാറ്റോ പിക്കിൾ തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ നല്ല പഴുത്ത തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും. നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തത്. നല്ലെണ്ണയിലേക്ക് കടുകാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്തത്. ഇനിയും കരിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കുക. ഇതിലേക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ചേർത്തത്. ഇനി തക്കാളിക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലെണ്ണ നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പം അതിൻ്റേതായ ഒരു പ്രത്യേക രുചിയാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം, പക്ഷേ നല്ലെണ്ണയിൽ തയ്യാറാക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. ഇതിലേക്ക് ഞാനിപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്തത്, മുളകും ചേർത്ത് പിന്നെ ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പുളി ചേർക്കണം. അത് ഞാൻ ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ ആ പുളിയെ ഒന്ന് കലക്കിയെടുക്കണം. അതാണിപ്പോൾ ചേർത്തത്. പച്ചവെള്ളത്തിൽ കലക്കിയെടുക്കരുത്. നമ്മൾ പുളിവെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളത്തിൽ ചേർത്താൽ നമ്മുടെ അച്ചാർ എളുപ്പം കേടായിപ്പോവും. ഇതിലോടിപ്പോൾ ഞാൻ കായപ്പൊടിയാണ് ചേർത്തത്, ഉലുവപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അച്ചാറിനാകുമ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.